ഞങ്ങൾ പ്രതിസന്ധിയിൽ നിന്നപ്പോഴും ഞങ്ങൾ പാർട്ടിയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. കേരള കോൺഗ്രസിൻ്റെ ഇന്നത്തെ ഏറ്റവും സീനിയർ നേതാവ് ശ്രീ പി ജെ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടലുകളും ശക്തമായ പ്രവർത്തനങ്ങളുമാണ് കേരളം ഒട്ടാകെ നടത്തിയത്. അതിനിപ്പോൾ റിസൾട്ട് ഉണ്ടായി. ഞങ്ങളൊരു രാഷ്ട്രീയ നിലപാടെടുത്തു. എൽ ഡി എഫിലേക്ക് പോകേണ്ടതില്ല, യു ഡി എഫിൻ്റെ അടിയുറച്ച് നിൽക്കുക. യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ആണ് ഭാവി രാഷ്ട്രീയത്തിൽ പ്രസക്തിയുള്ളത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ നടന്നത്. അത് ഞങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് കാലം തെളിയിച്ചു. തന്നെയുമല്ല, ഞങ്ങളെ കുഴിച്ചുമൂടി ഇല്ലാതാക്കുക, കേരള കോൺഗ്രസ് മറുഭാഗത്ത് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് വരുത്തി തീർക്കുക എന്നാണ് അവരുദ്ദേശിച്ചതെങ്കിൽ ജനങ്ങളെടുത്ത നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. ജനങ്ങൾ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് സാർ നയിക്കുന്ന യു ഡി എഫ് നിൽക്കുന്ന കേരള കോൺഗ്രസ് നിലനിൽക്കട്ടെ എന്ന നിലപാടെടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിമാനകരമായ വിജയം ഉണ്ടായി. ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ യോജിച്ച കേരള കോൺഗ്രസിന് ഒത്തിരി എം എൽ എമാർ ജയിച്ചിട്ടുണ്ട്. ഭിന്നിച്ച കേരള കോൺഗ്രസുകൾക്ക് 6 എം എൽ എമാരിൽ കൂടുതൽ ഇതുവരെ ജയിച്ചിട്ടില്ല. എന്നാൽ ഇപ്രാവശ്യം 2026 ജോസഫ് സാർ നയിക്കുന്ന യഥാർത്ഥ കേരള കോൺഗ്രസിന് 7 എം എൽ എമാരുണ്ടായി. 2 ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പർ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിൽ കൂടുതൽ സീറ്റുകൾ. അങ്ങനെ പാർട്ടി കൂടുതൽ കരുത്തുറ്റ നിലയിലേക്ക് വളർച്ചയിലേക്ക് പോവുകയാണ്. ഇന്ന് പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി എന്നതിലുള്ള അംഗീകാരമുണ്ട്. പാർട്ടിക്ക് ഔദ്യോഗികമായ ചിഹ്നം ഓട്ടോറിക്ഷ ചിഹ്നം ഞങ്ങൾക്ക് അംഗീകരിച്ച് കിട്ടി. അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടി യഥാർത്ഥ കേരള കോൺഗ്രസ് എന്ന നിലയിലേക്ക് വളരുമ്പോൾ മറുഭാഗത്ത് എല്ലാ കേരള കോൺഗ്രസും ഇല്ലാതായിരുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും ഞങ്ങളോട് ഏറ്റുമുട്ടി ഞങ്ങളെ തകർക്കാൻ വേണ്ടി വന്ന ആളുകൾ കേരള ജനത അവരെ തകർത്ത് തരിപ്പണാക്കി എന്നുള്ളതാണ്. അപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ വലിയ പതനമാണ് ഉണ്ടായത്. ഞങ്ങളിപ്പോൾ അതിൽ സന്തോഷിക്കുന്നൊന്നുമില്ല. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അവർക്കുണ്ടായ ഈ പതനം അവർ ഇത് ഒരു പുനർചിന്തനത്തിന് തയ്യാറാകണം എന്നാണ് കേരള കോൺഗ്രസിൻ്റെ അണികളുടെ ഒരു വികാരത്തെ വിലയിരുത്തുന്ന ഒരു പാർട്ടി ഭാരവാഹി എന്ന നിലയിൽ എനിക്ക് വിനീതമായി പറയാനുള്ളത്, അവർക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ പരാജയം രാഷ്ട്രീയമായി അവരെടുത്ത നിലപാടിനുള്ള തിരിച്ചടി കൂടിയാണ്. അവർ സംതൃപ്തരാണെന്ന് പറഞ്ഞു, അവിടെ അവർക്കെല്ലാം തികഞ്ഞു നിൽക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ ജനങ്ങളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജനാധിപത്യ ഈശ്വര വിശ്വാസികൾ അധ്വാന വർഗത്തിൻ്റെ പ്രസ്ഥാനം എന്നതിൽ കേരള കോൺഗ്രസിനെ നിലനിർത്തുവാൻ യു ഡി എഫിലുള്ള കേരള കോൺഗ്രസിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ പുനർചിന്തനത്തിന് ആ പാർട്ടി തയ്യാറാകണം എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് സ്വീകരിക്കാവുന്ന കാര്യം. ഇല്ലെങ്കിൽ അവരുടെ അണികൾ ഒരു സംശയവും വേണ്ട, വരും മാസങ്ങളിൽ അവിടുന്ന് ഒരു കുത്തൊഴുക്ക് പോലെ അവരുടെ അണികളെ നഷ്ടപ്പെടും. അവരെല്ലാം ഞങ്ങളോടൊപ്പം അണിചേരും. കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും എല്ലാം നേതൃത്വത്തിലുള്ള യു ഡി എഫിൻ്റെ ഭാഗമായി കേരള കോൺഗ്രസ് അണികൾ ഒരു കൊടിക്കീഴിൽ ഒന്നിച്ചു നിൽക്കുന്ന നല്ല കാലമാണ് വരും വർഷങ്ങളിൽ കാണാൻ പോകുന്നത്.